നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ മന്ത്രി എം പി രാജേഷിന്റെ വസതിയിലേക്ക് കാലിക്കുടങ്ങളുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. അപേക്ഷ രഹസ്യമാക്കി വെച്ചും എക്സൈസ് നിയമങ്ങൾ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് സർക്കാർ പ്രവർത്തനാനുമതി നൽകിയതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത. ബ്രൂവറി ഇടപാടിൽ സർക്കാർ കോടികളുടെ കമ്മീഷൻ കൈപ്പറ്റിയെന്നും ആരോപണം. അധ്യാപക സർവീസ് സംഘടനകളുടെ സൂചനാ പണിമുടക്ക്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. സമരം നടത്തിയത് CPI കോൺഗ്രസ് അനുകൂല സംഘടനകൾ. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടികൾ. ആരോഗ്യ പ്രവർത്തകർക്കു വേണ്ടത് സ്നേഹ സാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യ പ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണം. പാലക്കാട്ട് 55ാം ബാച്ച് സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ്. കോട്ടായി അയ്യങ്കുളത്ത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഇതര സംസ്ഥാന പ്രതിമ നിർമ്മാണ തൊഴിലാളികൾ വെല്ലുവിളിയെന്ന് പരാതി. രാജസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള തൊഴിലാളികൾ രാത്രികാലത്ത് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവ് സംഭവമെന്ന് നാട്ടുകാർ. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് തമ്പടിച്ച കുടുംബങ്ങൾ സമീപകാലത്തായി പോലീസിനും തദ്ദേശ സ്ഥാപനത്തിനും തലവേദനയായി. വാർത്തകൾ വിശദമായി. കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ജലമൂറ്റുന്ന ബ്രൂവറി കമ്പനി സ്ഥാപിക്കാൻ അനുമതി നൽകിയതിനെതിരെ മഹിളാ മോർച്ച പ്രവർത്തകർ കാലിക്കുടങ്ങളുമായി പാലക്കാട്ട് മന്ത്രി എം പി രാജേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കാടാങ്കോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. ₹500 PPE കിറ്റിൽ 1000 രൂപ കമ്മീഷൻ വാങ്ങിയ ഇടത് സർക്കാർ കോടികളുടെ ബ്രൂവറി ഇടപാടിൽ എത്ര കോടി കമ്മീഷൻ പറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ആവശ്യപ്പെട്ടു. മദ്യക്കമ്പനിയുടെ അപേക്ഷ രഹസ്യമാക്കി വെച്ചും സംസ്ഥാന എക്സൈസ് വകുപ്പ് നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് എലപ്പുള്ളിയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. സർക്കാരിലും എക്സൈസ് വകുപ്പിലും വാട്ടർ അതോറിറ്റിയിലും വ്യത്യസ്ത അപേക്ഷകൾ കമ്പനി നൽകിയതിനു പിന്നിലും എക്സൈസ് മന്ത്രി എം പി രാജേഷിന് പങ്കുണ്ടെന്ന് നിവേദിത ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികളുടെ അഴിമതി നീക്കം നടത്തിയത്. ചിറ്റൂരിലെ സർക്കാർ മദ്യ ഫാക്ടറിക്ക് വെള്ളം നൽകാൻ കഴിയാത്ത സർക്കാർ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒയാസിസിന് വെള്ളം നൽകാമെന്ന് ഏറ്റത് തന്നെ അഴിമതിയാണ്. പഞ്ചാബിലും ഡൽഹിയിലും മദ്യ അഴിമതിയിൽപ്പെട്ട കമ്പനിക്ക് CPMുമായി എങ്ങനെ ചങ്ങാത്തമുണ്ടായെന്ന് വ്യക്തമാക്കണം. കുടിവെള്ളവും കർഷകരുമല്ല മദ്യവും മുതലാളിമാരുമാണ് CPMന്റെ സംരക്ഷക പട്ടികയിലുള്ളതെന്നും നിവേദിത ആരോപിച്ചു. ഏതൊക്കെ രീതിയിലാണ് രഹസ്യമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഇവിടെ ഓരോ മദ്യനയം കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തിട്ടും അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചിലവാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ലിക്കറാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയാണ്, അധാർഷ്ട്യമാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ P വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, അശ്വതി മണികണ്ഠൻ, സുമലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടത് സ്നേഹസാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. 55ാം ബാച്ച് പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണമെന്നും DMO ചൂണ്ടിക്കാട്ടി. സമൂഹവും ആരോഗ്യരംഗവും അനുദിനം മാറുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ചികിത്സാ ശാഖകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയിലും ആശങ്കയുണ്ട്. ആരോഗ്യ പ്രവർത്തകർ കരുണയും ആർദ്രതയും കൈവെടിയരുതെന്നും ഡോക്ടർ വിദ്യ പറഞ്ഞു. നമ്മുടെ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പോഴും നമ്മൾ വളരെയധികം
ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു പ്രൊഫഷനാണ്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കൊടുക്കുന്നത്. മുൻപൊക്കെ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ വളരെ മടിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ഇപ്പം മാഡം നേരത്തെ പറഞ്ഞതുപോലെ 16 കുട്ടികൾക്കാണ് പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ കിട്ടിയത്, അതും മെറിറ്റ്. അപ്പം നമുക്ക് പോസ്റ്റ് ബേസിക് മാത്രമല്ല, അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് സർവീസിൽ തന്നെ നമ്മൾ അതായത് സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസറായിട്ടും അല്ലാതെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡറായിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു GNM കോഴ്സ് കഴിഞ്ഞ് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, പോസ്റ്റ് ബേസിക് അല്ലാതെ തന്നെ സ്പെഷ്യാലിറ്റീസ്. ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട് അവർക്ക്. അപ്പം അത് കൂടാതെ നമ്മൾ ക്ലിനിക്കലി ഉള്ള മറ്റുള്ള ബ്രാഞ്ചസ്, അതായത് റെസ്പിറേറ്ററി നഴ്സ്, കാർഡിയോളജി നഴ്സ്, പിന്നെ മറ്റുള്ള പാലിയേറ്റീവ് നഴ്സ്, അങ്ങനെയുള്ള വിവിധ ഫീൽഡുകളിലാണ് അവർക്ക് ഈ ഒരു പോസ്റ്റ് എഡ്യൂക്കേഷൻ, അതായത് ബേസിക് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള ഫീൽഡ് തുറന്നിട്ടുള്ളത്. കോളേജ് പ്രിൻസിപ്പാൾ TS ആശാദീപ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക TL ഷർമിള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ജയശ്രീ, ഡോക്ടർ പ്രേംകുമാർ, K രാധാമണി, സുജിത ഗുരുദാസ്, C ലക്ഷ്മി, സജിത മേരി, ഷിജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ നടത്തിയ സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. കോൺഗ്രസ് CPI അനുകൂല സർവീസ് സംഘടനകളും അസറ്റുമാണ് സൂചനാ സമരം നടത്തിയത്. പാലക്കാട്ട് സമരാനുകൂലികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും നിയമിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപക സംഘടനകളും സർവീസ് സംഘടനകളും സൂചനാ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം ഇനിയും നടപ്പിലായിട്ടില്ല. DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, മെഡിസെപ്പിന് പകരം സംവിധാനം തുടങ്ങിയവയും ജീവനക്കാരുടെ ആവശ്യങ്ങളാണ്. പണിമുടക്കിയ ജീവനക്കാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ പ്രതിഷേധത്തിന് KGOF സംസ്ഥാന പ്രസിഡന്റ് P വിജയകുമാർ, വൈസ് പ്രസിഡന്റ് MS റീജ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ഭാരവാഹികളായ K മുകുന്ദൻ, MC ഗംഗാധരൻ, അജിത് ഖാൻ, AKSTU ഭാരവാഹികളായ സതീഷ് മോൻ, ലിൻഡോ വേങ്ങശ്ശേരി, പ്രജിത എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഐക്യവേദിയായ സെറ്റോ നടത്തിയ പ്രതിഷേധത്തിന് KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B സുനീഷ് കുമാർ, കൺവീനർ ശ്രീജേഷ്, KGOU സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ രാജേഷ്, N ജോയ്, ജെയിംസ് തോമസ്, M ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വല്ലപ്പുഴ യാറത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് 2 കടകളും ലോട്ടറി ഷോപ്പും പൂർണ്ണമായി തകർന്നു. ആളപായമില്ല. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വല്ലപ്പുഴ യാറം ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ കടകളിലേക്ക് പാഞ്ഞു കയറിയത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. 2 കടകളിലേക്കും ഒരു ലോട്ടറി ഷോപ്പിലേക്കുമാണ് കാർ ഇടിച്ചു കയറിയത്. സംഭവത്തിൽ ലോട്ടറി കടയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മംഗലാപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വിവാഹാവശ്യത്തിന് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി അയ്യങ്കുളത്തെ അന്യസംസ്ഥാന പ്രതിമ നിർമ്മാണ തൊഴിലാളികൾ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയെന്ന് പരാതി. രാജസ്ഥാനിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെയുണ്ട്. മദ്യപിച്ച് അടിപിടിയുണ്ടാക്കുന്ന ഇവർ പോലീസിനും ഗ്രാമപഞ്ചായത്തിനും തലവേദനയായി മാറിയിരിക്കുകയാണ്. കോട്ടായി അയ്യങ്കുളത്തും പരിസരങ്ങളിലും തമ്പടിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ആരാധനാമൂർത്തികളുടെയും മറ്റും ശില്പങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കുടുംബങ്ങൾ രാത്രികാലങ്ങളിൽ
മദ്യപിച്ച് വഴക്കുണ്ടാക്കി പോലീസിനും പഞ്ചായത്തിനും തലവേദന സൃഷ്ടിക്കുന്നതായാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി രാജസ്ഥാനി കുടുംബങ്ങൾ ഇവിടെ ഷെഡ് കെട്ടി താമസിച്ചു വരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇവർ മദ്യപിച്ച് പരസ്പരം അടിപിടിയുണ്ടാക്കുന്നതും ഉറക്കെ നിലവിളിക്കുന്നതുമെല്ലാം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഘട്ടനത്തിനിടെ പരിക്കേറ്റ് അർദ്ധരാത്രി കോട്ടായി പോലീസിനെ വിളിക്കുന്നതും പോലീസെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതും പതിവാണത്രേ. ഇവരുടെ കുടുംബങ്ങളിൽ ഗർഭിണികളായ സ്ത്രീകളെ പഞ്ചായത്തിലെ ആശാവർക്കർമാരും ആരോഗ്യപ്രവർത്തകരും ജില്ലാ ആശുപത്രിയിൽ പ്രസവ ചികിത്സ തേടാൻ നിർബന്ധിച്ചാലും ഇവർ പോകാൻ മടി കാണിക്കും. ഇങ്ങനെ പോകാൻ വിസമ്മതിച്ച ഒരു സ്ത്രീ ഇക്കഴിഞ്ഞ ദിവസം ഷെഡിനുള്ളിൽ പ്രസവിച്ചു. പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് എത്തിയാണ് അമ്മയെയും കുട്ടിയെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ വിശദവിവരങ്ങൾ പഞ്ചായത്തിലോ ബന്ധപ്പെട്ട അധികൃതരുടെ പക്കലോ ഇല്ലെന്ന് പറയുന്നു. ഇവർക്ക് സുലഭമായി മദ്യമെത്തിച്ച് നൽകുന്ന സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കല്ലേക്കാട് പോലീസ് ക്യാമ്പ് പരിസരത്ത് വീട്ടുവളപ്പിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലേക്കാട് ചാമക്കാട് അംബേദ്കർ കോളനിയിൽ വള്ളിയുടെ മകൻ 37 വയസ്സുള്ള ഗംഗാധരനെയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അവിവാഹിതനാണ്. സഹോദരങ്ങൾ രവി, സതീഷ്, രതീഷ്, സുമജ. KSSIF സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കുളപ്പുള്ളിയിൽ നടന്നു. വർക്കിംഗ് പ്രസിഡന്റ് അനിൽ മൂത്തോടത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KSSIF സംസ്ഥാന കമ്മിറ്റിയുടെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഷൊർണൂർ കാരക്കാട് വ്യവസായ എസ്റ്റേറ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംയുക്ത മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പോൾ അവരതിന് ഒരു നന്ദി സൂചകമായിട്ട് ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ശ്രീധരേട്ടന്റെ നേച്ചറിൽ എന്നെ ഫോളോ ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ശ്രീധരേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ പുതിയ കമ്മിറ്റിയുടെ സന്തോഷ സൂചകമായിട്ട് ഫോറം പ്രസിഡന്റ് ശ്രീധരേട്ടന് ഒരു ഉപകാരം നൽകി ആദരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് സപ്പോർട്ടാണ്. കുളപ്പുള്ളി സമുദ്ര റേജൻസിയിൽ നടന്ന യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് അനിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. കാരക്കാട് ഫോറം പ്രസിഡന്റ് ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. തോമസ് വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSIFന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും MSME സെക്ടർ മുഴുവനായും ചേർത്തുകൊണ്ട് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ജനറൽ സെക്രട്ടറിയുടെ പുസ്തക പ്രകാശനം സംബന്ധിച്ചും ചർച്ച നടന്നു. വൈസ് പ്രസിഡന്റ് ജോബോയ് ലോറൻസ്, KP ഇസ്മായിൽ, ജില്ലാ പ്രസിഡന്റ് MG ത്യാഗരാജൻ, CH ചന്ദ്രശേഖരൻ, P പ്രദീപ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി KJ സ്കറിയ മറുപടി പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി സോമൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി അൻവാറുൽ ഇസ്ലാമിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണ ജാഥ. ജനുവരി 24, 25, 26 തീയതികളിൽ നടക്കുന്ന കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പെരിങ്ങോട്ടുകുറിശി അൻവാറുൽ ഇസ്ലാമിയയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. സാമൂഹികോത്കർഷത്തിന്റെ അഭിമാന ദശകങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ നേതാക്കൾ പങ്കെടുക്കും. പെരിങ്ങോട്ടുകുറിശി സെന്ററിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് മുഹമ്മദ് അൽ ഹസനി, അബ്ദുറഹ്മാൻ അൽ ഹസനി എന്നിവർ നേതൃത്വം നൽകി. നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പല ക്രിമിനലുകളുടെയും പല കേസുകളുടെയും പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് PGയും ഡബിൾ PGയും ഡോക്ടറും ഒക്കെ ആയ ആളുകളുടെ ലിസ്റ്റുകൾ വരെ പല ക്രിമിനൽ കേസുകളിലും പിടിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുതകൾ നമുക്ക് ബോധ്യമാകുന്നത് അവർ പഠിച്ചിട്ടുള്ള പാഠശാലയിൽ അല്ലെങ്കിൽ അവരുടെ പാഠ്യേതര പദ്ധതികളിൽ അവരെ മോറലൈസ് ചെയ്യപ്പെടുന്ന ഒരു പാഠ്യ പദ്ധതി ഉണ്ടോ എന്ന് ഒരു അവലോകനം ചെയ്യേണ്ടതുണ്ട്. പല കേസുകളിലും പിടിക്കപ്പെടുന്ന ആളുകൾ, ഞാൻ നേരത്തെ ആവർത്തിച്ചതുപോലെ, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. ഈ സമൂഹം എന്താണ്, സമൂഹത്തോടുള്ള കടപ്പാട് എന്താണ്, തന്റെ മാതാപിതാക്കളാരാണ്, തന്റെ അയൽപക്കക്കാരാരാണ്, അവരോടുള്ള കടപ്പാട് എന്താണ് എന്നതിനെ കുറിച്ച്. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുമിച്ചപ്പോൾ പൊതുമരാമത്ത് ഓഫീസിലെ ചുമരിൽ ഒരുങ്ങിയത് മനോഹര ചിത്രങ്ങൾ. കലയും സംസ്കാരവും ശുചിത്വവുമെല്ലാം ചിത്രരചനയുടെ വിഷയമായി. ആരോഗ്യ വിഭാഗം ജീവനക്കാരായ സുനിൽകുമാർ, ബിജു ജോസ്, ആനന്ദൻ, അബ്ദുൽ ജലീൽ, MP സുരേഷ്, സുഭാഷ് എന്നിവരാണ് ചുവർചിത്രമെന്ന ആശയത്തിന് പിന്നിൽ. ഷൊർണൂർ നഗരത്തിലെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് പൊതു ഇടങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളുടെ മതിലുകളിലും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ബിജു ജോസ്, ആനന്ദൻ എന്നിവർ ചിത്രകാരന്മാരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് രചനകൾ. ബാക്കിയുള്ളവർ ചിത്രങ്ങൾക്ക് നിറം നൽകുന്ന ജോലിയും പൂർത്തിയാക്കി. 28,000 രൂപയാണ് നഗരസഭ ചുവർ ചിത്രങ്ങൾ ഒരുക്കാൻ നൽകിയിട്ടുള്ളത്. 8 അടി ഉയരമുള്ള 6 ചിത്രങ്ങളാണ് 2 വശത്തായുള്ള മതിലിൽ ഒരുങ്ങുന്നത്. വ്യത്യസ്ത നിറങ്ങളുള്ള എമൽഷൻ പെയിൻ്റാണ് ചുമർ ചിത്രങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടമായി ഷൊർണൂർ ഹെൽത്ത് സെൻ്ററിലാണ് ചുമർ ചിത്രം ഒരുക്കുക. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ സെൻറ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ പ്രദർശനവും ചലച്ചിത്ര ചർച്ചയും സംഘടിപ്പിച്ചു. കാഴ്ച എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ D. സിമി സ്വാഗതം പറഞ്ഞു. തനിമ സാംസ്കാരിക വേദി സെക്രട്ടറി MC ശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗം സുധീർ കുമാർ എന്നിവർ പ്രസംഗിച്ചു. NSS വോളണ്ടിയർ ലീഡർ അതിഥി കൃഷ്ണ നന്ദി പറഞ്ഞു. ഒരു ചെറിയ നന്മ ചിത്രം, ടോക്സിക് ഷാഡോസ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ശേഷം അവയുടെ അവലോകനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളും പങ്കാളികളായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹ്രസ്വ സിനിമയുടെ പോസ്റ്റർ പുറത്തിറക്കി. ലഹരി ഹ്രസ്വ ചിത്രത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V. ഷിബു നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ്, വിമുക്തി പാലക്കാട് ജില്ലാ മാനേജർ S. സനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് M. സതീഷ് കുമാർ, വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ, ഹ്രസ്വ സിനിമാ സംവിധായകൻ പ്രകാശ് മാടമ്പത്ത്, എക്സിക്യൂട്ടീവ് അംഗം K. പത്മാവതി, നടൻ ദിവാകരൻ പരുത്തിപ്പുള്ളി, ലൈബ്രറിയൻ V. ചിത്ര എന്നിവർ പങ്കെടുത്തു. വായനയാണ് ലഹരി എന്ന വലിയ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ഷോർട്ട് ഫിലിം സമൂഹത്തിന് നൽകുന്നത് ലഹരിയിലൂടെ ജീവിതം തകർന്നുപോയേക്കാവുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അപ്പുണ്ണിയേട്ടൻ വായനശാല നടത്തുന്ന സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മികവുറ്റ പ്രവർത്തനമായ ഷോർട്ട് ഫിലിം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാകുന്നു. വായനയും വായനശാലകളും ഒരു നാടിൻ്റെ സ്പന്ദനമാണെന്ന തിരിച്ചറിവ് കൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഷോർട്ട് ഫിലിം. അജേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ഷോർട്ട് ഫിലിം നിർമ്മാണം ലഹരിക്കെതിരെ വലിയ സന്ദേശവും നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ യൂട്യൂബിൽ വീഡിയോ പ്രകാശനം നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല കാരുണ്യ ഭവനിൽ അന്തേവാസികൾക്കായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കോട്ടായി ഓടന്നൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു നഫ്സും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. ഫാത്തിമയെ റസൂൽ വിളിച്ചു, ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. നിന്റെ വാപ്പാനോട് ഈ ലോകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, സാധിക്കുമെങ്കിൽ ഞാനത് നേടിത്തരാം. പക്ഷെ ഒന്നുണ്ട്, നാളെ പരലോകത്ത് മരിച്ചു പോയാൽ എൻ്റെ വാപ്പ റസൂലാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള വല്ല മോഹമുണ്ടെങ്കിൽ മാറ്റിവെച്ചോ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാണ്. യൗമുല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ഫാത്തിമ, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നത്. PA ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ S. അബ്ദുൽ കരീം, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, ഹംസ തരുവക്കോട്, ഷംസുദ്ദീൻ മാങ്കുറിശി, സുബൈർ പത്തിരിപ്പാല, സക്കീർ മാങ്കുറിശി, KP ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു. കാരുണ്യഭവൻ അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ മന്ത്രി MP രാജേഷിന്റെ വസതിയിലേക്ക് കാലിക്കുടങ്ങളുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. അപേക്ഷ രഹസ്യമാക്കി വെച്ചും എക്സൈസ് നിയമങ്ങൾ ദുർവ്യാഖ്യാനിച്ചുമാണ് ഒയാസിസ് മദ്യക്കമ്പനിക്ക് സർക്കാർ പ്രവർത്തനാനുമതി നൽകിയതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത. ബ്രൂവറി ഇടപാടിൽ സർക്കാർ കോടികളുടെ കമ്മീഷൻ കൈപ്പറ്റിയെന്നും ആരോപണം. അധ്യാപക സർവീസ് സംഘടനകളുടെ സൂചനാ പണിമുടക്ക്.
സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. സമരം നടത്തിയത് CPI കോൺഗ്രസ് അനുകൂല സംഘടനകൾ. വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ ജീവനക്കാരുടെ പ്രതിഷേധ പരിപാടികൾ. ആരോഗ്യ പ്രവർത്തകർക്കു വേണ്ടത് സ്നേഹ സാന്ത്വന മനോഭാവമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യ പ്രവർത്തകർ കരുതലോടെ പ്രവർത്തിക്കണം. പാലക്കാട്ട് 55ാം ബാച്ച് സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ്. കോട്ടായി അയ്യങ്കുളത്ത് ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഇതര സംസ്ഥാന പ്രതിമ നിർമ്മാണ തൊഴിലാളികൾ വെല്ലുവിളിയെന്ന് പരാതി. രാജസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള തൊഴിലാളികൾ രാത്രികാലത്ത് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവ് സംഭവമെന്ന് നാട്ടുകാർ. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് തമ്പടിച്ച കുടുംബങ്ങൾ സമീപകാലത്തായി പോലീസിനും തദ്ദേശ സ്ഥാപനത്തിനും തലവേദനയായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.